ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത് എനിക്ക് കണ്ടൻറ്റോ കാര്യങ്ങളോ കുറേ ആലോചിച്ചു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ മഴയും പെയ്തു, കറണ്ടും പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണൽ മച്യൂരിറ്റി എന്നാണ്. അപ്പോൾ അതായത് മാതാപിതാ ഗുരു ദൈവം എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളത്തിലുണ്ട്. അതായത് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണുക എന്നുള്ളതാണ്. ഇപ്പം ഗുരുക്കന്മാർ വന്ന് പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ച് രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ വഴക്ക് പറയുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ഇവർ കണ്ണ് നിറച്ചിരിക്കുക, അല്ലെങ്കിൽ ഏവ് കാണിച്ച് പുറത്തു പോവുക, അല്ലെങ്കിൽ തട്ടി കയറുക. അപ്പോൾ ഇവരുടെ ഒരു ഇമ്മച്യൂരിറ്റി ഇപ്പോഴും ഇവർ കൊണ്ടു നടക്കുകയാണ്. അപ്പം ഇമ്മച്യൂരിറ്റി ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അത് ഇവർക്കാണ് ദോഷം ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മളെയൊക്കെ ശാസിച്ച പോലെ ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെ ശാസിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോളേജ് ലൈഫിൽ അനാവശ്യ ഡ്രാമകളും പ്രൊഫസർമാരെ ചൂടാവുകയും ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ ഒരു സ്വാഭാവികമാണ്. അത് ആ കോളേജ് ലൈഫിൽ അങ്ങനെ വരുന്നതാണ്. അപ്പം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശാസിക്കുന്നത് അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഹരാസ് ചെയ്യാനൊന്നുമല്ല, അവരൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊക്കെ ഇപ്പം കൊച്ചുകുട്ടികളെ പോലെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് കരയുകയും തട്ടി കയറുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് അവരവരുടെ വീക്കായി പോകും. അപ്പോൾ ഇമോഷണൽ വീക്ക്നെസ് അവരുടെ ഗ്രോത്തിനെ തന്നെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ അവൻ അവിടെ നിന്ന് കളി മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ഇമോഷണൽ വീക്ക്നെസ്സിനെ മാറ്റി അവൻ ഇമോഷണൽ മച്യൂരിറ്റിയിലോട്ട് ഉയർന്നു വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ പ്രകോപിച്ചാൽ പോലും അവൻ്റെ മൈൻഡിൻ്റെ കൺട്രോൾ അവൻ്റെ കയ്യിൽ വെക്കുകയും തെറ്റുകൾ പറ്റിയാൽ തിരുത്തുകയും, അപ്പോൾ തെറ്റല്ലാത്ത കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാതെ കൂളായിട്ട് കേട്ട് നിൽക്കുകയും, പിന്നെ പറയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവന് വേണം പറയാം. ആ സൈലൻസ്, അവിടെ ഒരു സൈലൻസ് ബാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൈലൻസ് അവൻ നിൽക്കുകയാണെങ്കിൽ, അവിടെയാണ് അവൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എത്ര വലിയ ചീത്തവിളി കേട്ടാലും അല്ലെങ്കിൽ കേൾക്കുമ്പോഴും ഉള്ളിലൊന്ന് ഒട്ടും അവന് തട്ടാതെ തകരാതെ ഫുൾ കൂളായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിൽക്കുന്ന നിന്നെ അല്ലെങ്കിൽ നിൽക്കുന്ന അവനെ നമുക്കൊരു ദിവസം, അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് പക്വതയും ആറ്റിറ്റ്യൂഡും കണ്ട് വഴക്ക് പറഞ്ഞ അധ്യാപകൻ ഞാനായാൽ പോലും നാളെ അവൻ്റെ ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ അന്ന് അവനൊരു സ്റ്റുഡൻ്റ് അല്ല, അന്ന് അവനൊരു ലീഡറായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം അവൻ്റെ പക്വത അല്ലെങ്കിൽ ഇമോഷണൽ മച്യൂരിറ്റി അവൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ടൊരു ലീഡറായിട്ട് വരും. ഇപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മളങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്, ക്വസ്റ്റ്യൻ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്രയും ഇതില്ല. അപ്പോൾ അവരത്ര അതിലോട്ട് എത്തിക്കാന്നുള്ളതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, കൊച്ചുകുട്ടികളെ പോലെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് ഈഗോ അടിച്ച് തട്ടിക്കയറി നിൽക്കാതെ മുന്നോട്ടൊന്ന് വരിക. മുന്നോട്ട് വന്നിട്ട് അവരവരുടെ ഇമോഷൻസിനെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ്സ് റൂൾ അവർ ഇമോഷൻസ് എന്നാണ് എനിക്ക് പറയാം. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. അവരുടെ ഒരു ഇമോഷൻസിനെ ഭരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പം അവർ സ്വാഭാവികമായിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ മച്യൂരിറ്റി തന്നെ അവർക്ക് ഉണ്ടാവും. അപ്പം എനിക്കതാണ് പറയുന്നത്, ലെറ്റ്സ് റൂൾ അവർ ഇമോഷൻസ്. താങ്ക് യു.